നിറവൊന്നും വേണ്ടായിരുന്നു. സാർ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. വീട് കൊള്ളാല്ലേ? തരക്കേടില്ല. എന്നാലും ഒന്ന് തുറന്ന് സമ്മതിക്കല്ലേ? അമേ, എന്റെ സങ്കല്പത്തിലുള്ള വീട് ഇതല്ലായിരുന്നു. ഇതിന് പഴമയുടെ ഗന്ധമില്ല. ബഷീറിന്റെ കടയിൽ നല്ല പെർഫ്യൂം കിട്ടും. അത് വാങ്ങി അടിച്ചാൽ പഴമയുടെ നല്ല ഗന്ധം വരും. 10 കൊല്ലം മുന്നേ ബഷീർ വാങ്ങി വെച്ചിരിക്കുന്നതല്ലേ. എന്റെ മോഹനേട്ടാ, കാലം മാറി. ഇപ്പോ കുഗ്രാമങ്ങളിൽ പോലും വലിയ വലിയ മാളുകൾ പണിയുന്നതാണ് ഫാഷൻ. മോഹനേട്ട മാത്രം പഴമ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ദേ, ഗോപാലൻകുട്ടി ചേട്ടൻ അത്യാവശ്യക്കാരനായതുകൊണ്ടാണ് മോഹനേട്ടൻ പറഞ്ഞ വിലയ്ക്ക് ഈ വീട് തരാമെന്ന് പറഞ്ഞത്. ഇത്രയും ചെറിയ വിലയ്ക്ക് ഇത്രയും വലിയൊരു വീട് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഇനി അതിന്റെ കുറ്റം കണ്ടുപിടിച്ച് കച്ചവടം ഉഴപ്പല്ലേ. ദാനം കിട്ടുന്ന പശുവിന്റെ പല്ലെണ്ണരുത്. പല്ലില്ലെങ്കിലും പശുവിനെ കിട്ടിയല്ലോ എന്ന് കരുതണം. മണ്ടത്തരം. എന്ത്? എടീ, പല്ലില്ലാത്ത പശുവിനെ കിട്ടിയിട്ട് എന്താണ് കാര്യം? പല്ലില്ലെങ്കിൽ പശുവിന് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. ഒന്നും തിന്നാതെ പാവം പശു പട്ടിണി കിടന്ന് ചത്തുപോവില്ലേ? അപ്പോ അത് ഗുണത്തെക്കാൾ നമുക്ക് ദോഷം മാത്രമേ ചെയ്യൂ. സ്വാമി തിരിച്ചെടുത്തു. എന്നോട് ക്ഷമിക്കൂ. ഞാനിവിടെ ചെല്ലട്ടെ ഉത്തമ. അല്ല, വീടിന്റെ കാര്യങ്ങളൊക്കെ മോഹനേട്ട സാറിനോട് പറഞ്ഞു മനസ്സിലാക്കാലോ. ഒരു വീട് കണ്ടാൽ അതിന്റെ ഗുണം ഒന്നും മനസ്സിലായില്ലെങ്കിലും സകല കുറ്റവും ദോഷവും ഒറ്റയടിക്ക് മനസ്സിലാക്കുന്ന ആളാണ് ഈ പറഞ്ഞ മോഹനേട്ട സാറ്. ഇനി ഗോപാലേട്ടനും കൂടെ അങ്ങോട്ട് ചെന്ന് ആവശ്യമില്ലാതെ അതൊരു യുദ്ധക്കളമാക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, ഗോപാലൻ കുട്ടിച്ചേട്ടൻ ഒരു അമേരിക്കൻ പക്ഷപാതി ആയതുകൊണ്ട് യുദ്ധത്തിൽ ഭയങ്കര താല്പര്യവും കാണും. പക്ഷേ അകത്തേക്ക് പോയ ആൾ ഒരു ഗാന്ധിയനാണെങ്കിൽ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ ആള് ഭയങ്കര അപകടകാരിയാണ്. എന്ത് തർക്കം വരാൻ? ഇതാണ് ഞാൻ പറഞ്ഞത്. ചേട്ടന് മോഹനേട്ട സാറിനെ ശരിക്കും അറിയില്ല. തർക്കം എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ മോഹനേട്ട സാറിന് ഒരു ഉത്സവമാണ്, ഒരു പെരുപ്പാണ്. ഇവിടെ നിന്നാ മതി. ഈ ബെഡ്റൂം കൊള്ളാം. ആവശ്യത്തിന് വലിപ്പമുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ. ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് വെറും 2 പേർ കിടന്ന് ഉറങ്ങാനുള്ളതാണ്. ഇത്രയും വലിപ്പം ആവശ്യമില്ലായിരുന്നു. കുറ്റം കണ്ടുപിടിക്കുക എന്നത് അവതാര ലക്ഷ്യമായാൽ ഇതും ഇതിനപ്പുറം പറയൂലോ. കുറ്റം കണ്ടുപിടിച്ചാണോ? നീ പറയൂ, എന്താ ഇത്രയും വലിയ ബെഡ്റൂമിന്റെ ആവശ്യം? നമ്മള് രാത്രി ഉറങ്ങാനായി ഈ ബെഡ്റൂമിൽ വരുന്നു എന്ന് കരുതുക. ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്തേലുമൊക്കെ സംസാരിക്കുമല്ലോ. ഉദാഹരണത്തിന്, രാത്രി 10 മണിക്കാണ് നമ്മൾ ഉറങ്ങാൻ വരുന്നത് എന്ന് കരുതുക. ഞാൻ പറയും, ഇപ്പൊ രാത്രിയാണ് മോഹനേട്ടാന്ന്. അപ്പൊ മോഹനേട്ടൻ പറയും, അല്ല. തർക്കമാകും, വഴക്കാവും. ഒരു വഴക്കുണ്ടാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് വഴക്കുണ്ടാക്കുന്നത് നല്ലതല്ലേ? പക്ഷേ എല്ലാ ദിവസവും വഴക്കുണ്ടാക്കുന്നത് നീയാണല്ലോ. നീ എന്തെങ്കിലും മണ്ടത്തരം പറയുമ്പോ ഞാനത് തിരുത്താൻ ശ്രമിക്കും. ഒരു വക്കീലായതുകൊണ്ട് നീ ഒരിക്കലും തെറ്റ് സമ്മതിക്കുകയില്ല. ഭാമേ, നിനക്കറിയാമോ തെറ്റ് പറ്റുന്നത് മാനുഷികവും തെറ്റ് സമ്മതിക്കുന്നത് ദൈവികവുമാണെന്ന് പറഞ്ഞത് ആരാണെന്ന്? അറിയാം. കുന്നുംപുറത്ത് പീതാംബരൻ, എന്റെ അച്ഛൻ. എനിക്ക് മോഹനേട്ടനെ കല്യാണം കഴിച്ചു തന്നു എന്നൊരു തെറ്റ് അച്ഛന് പറ്റി. മാനുഷികം. പക്ഷെ തെറ്റു പറ്റിയെന്ന് അച്ഛൻ സമ്മതിച്ചല്ലോ, അത് ദൈവികമാണ്. അങ്ങോട്ടോ. ഉത്തമ, ഈ വിലയുടെ കാര്യത്തെ ഒന്നുകൂടി സംസാരിക്കേണ്ടി വരുമോ? വിലയുടെ കാര്യങ്ങൾ സംസാരിച്ചല്ലേ, ഇനി എന്തോന്ന്? അതല്ല, ഉത്തമം പറഞ്ഞപ്പോ ആ വില ഞാൻ സമ്മതിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ തോന്നി ഒരു 2 ലക്ഷം കൂടി കൂടുതൽ ചോദിക്കാമെന്ന്. എന്റെ അളിയൻ ഇവിടെ അടുത്തുണ്ട്. അളിയൻ പറയുന്ന 2 ലക്ഷം കൂടി കൂടുതൽ കിട്ടുമെന്നാ. ഗോപാലൻകുട്ടി ചേട്ടാ, നിങ്ങൾ ഈ വീടും വിട്ട് അമേരിക്കയിൽ പോകുന്നത് മക്കളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. ഗോപാലൻകുട്ടി ചേട്ടന്റെ മരിച്ചുപോയ ഭാര്യയുടെ പ്രേതം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്നും രാത്രി ഇവിടെ നിന്ന് ചിൽ 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 ചിലങ്കയുടെ ശബ്ദം കേൾക്കാറുണ്ടെന്നൊക്കെ നാട്ടിൽ പാട്ടാണ്. ഗോപാലൻകുട്ടി ചേട്ടന്റെ വെള്ളമടി സഹിക്കാൻ വയ്യാത്തപ്പോഴാണ് ഗോമതി ചേച്ചി ആത്മഹത്യ ചെയ്തതെന്നും നാട്ടിലൊരു കഥയുണ്ട്. സ്വന്തം ഭാര്യയുടെ പ്രേതത്തെ പേടിച്ച് വീടും വിറ്റ് അമേരിക്കയിലേക്ക് പോകാൻ നോക്കുമ്പോ നിസ്സാര പൈസയുടെ പേരിൽ തർക്കിച്ചാൽ ഈ വീട് വാങ്ങാൻ ഒരൊറ്റ മനുഷ്യൻ വരൂല. പ്രേതത്തിന്റെ കാര്യം മോനേഷ് സാറിനോട് പറഞ്ഞോ? പ്രേതത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല.
പിന്നെ സാറിന് ഈ നാട്ടുകാരോട് വലിയ അടുപ്പം ഇല്ലാത്തോണ്ടേ പ്രേതത്തിന്റെ കാര്യമൊന്നും അറിയാൻ പോണില്ല. പിന്നെ വേറെ ആരും ഈ വീട് വാങ്ങാൻ പോകുന്നില്ല. അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ തർക്കിച്ചു കഴിഞ്ഞാൽ കച്ചവടം ഈ ജമ്മത്ത് നടക്കൂല, പറഞ്ഞേക്കാം. ആ ഓ, ഒരു പ്രേതം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് ഈ മരിച്ചു പോയവർക്ക് ആ വഴി അങ്ങ് പോയാൽ പോരെ. ജീവിച്ചിരിക്കുന്നവരെ ശല്യപ്പെടുത്താൻ പിന്നെയും വരുന്നത് എന്തിനാ? ദേ, വീട് വിറ്റാ പിന്നെ തീർന്നല്ലോ പ്രശ്നം. ഗോപാലൻകുട്ടി ചേട്ടാ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരെ പേടിക്കേ? ഈ പ്രേതങ്ങൾ സ്വന്തം രാജ്യം വിട്ട് പുറത്തു പോകില്ലെന്നാണ് ശാസ്ത്രം. കാരണം അവർക്ക് പാസ്പോർട്ട് ഇല്ലല്ലോ. ആ വെള്ളം പഴിക്കട്ടെ. അടുക്കള കുറച്ച് ചെറുതാണോ മോഹനേട്ടാ? രണ്ടേ പേർക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട അടുക്കളയല്ലേ ആവശ്യമുള്ളൂ. ഭക്ഷണം 2 പേർക്കുണ്ടാക്കുന്നതും 10 പേർക്കുണ്ടാക്കുന്നതിലും സൗകര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അടുക്കള കയറി വല്ലതും ഉണ്ടാക്കുന്നവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ. എനിക്ക് വീട് എന്തായാലും ഇഷ്ടായി. മോഹനേട്ടനോ? തരക്കേടില്ല. അങ്ങനെ പറയല്ലേ മോഹനേട്ടാ. ഈ വീടാവുമ്പോ ഫർണിച്ചർ അടക്കം നമുക്ക് കിട്ടുന്നത്. വേറൊരു വീട് വാങ്ങിയാൽ ഫർണിച്ചറിന്റെ പൈസ വേറെ ഉണ്ടാക്കേണ്ടി വരും. ഭാമേ, ഈ പറഞ്ഞത് വിവരക്കേടാ. അതെ അതെ, ഈ ഫർണിച്ചർ ഉണ്ടാവുന്നതിന് മുന്നേ മനുഷ്യനുണ്ടായി എന്ന് പറഞ്ഞ് മോഹനേട്ടനെ തർക്കിക്കാം. പക്ഷെ മോഹനേട്ടാ, ഇന്നൊരു വഴക്ക് വേണ്ട. വീട് നമ്മുടെ പേരിൽ എഴുതി വാങ്ങിയിട്ട് വേണം നമുക്ക് സ്വസ്ഥമായിട്ട് വഴക്കുണ്ടാക്കാൻ. ഇത് എത്ര നേരമായി തുമ്മ? എവരെന്താ വീട് അളന്നു നോക്കുവാണോ? ഉള്ള നേരത്തെ ഈ കച്ചവടം ഉറപ്പിച്ച് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോയി 2 വീശായിരുന്നു. എന്തെന്ന്? ഇന്ന് മദ്യഷാപ്പ് അവധി ആയതുകൊണ്ട് മെനിഞ്ഞാതെ ഞാൻ ആവശ്യമുള്ള സാധനം വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കച്ചവടം ഉറപ്പിച്ച് അഡ്വാൻസും വാങ്ങി താക്കോല് മോഹനേഷ് സാറിനെ ഏൽപ്പിച്ചാൽ എനിക്ക് പോയി 2 അടിക്കാമല്ലോ. ഗോപാലൻകുട്ടി ചേട്ടൻ 2 4 6 എത്ര വേണമെങ്കിലും അടിച്ചോ. പക്ഷെ ഈ പറഞ്ഞത് മോഹനേഷ് സാർ കേൾക്കരുത്. ഗാന്ധി ജയന്തി ദിവസവും കള്ളു കുടിക്കുന്ന ഒരാളാണ് ചേട്ടൻ എന്ന് മോഹനേഷ് സാർ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാരണം മതി ഈ വീട് വേണ്ടാന്ന് വെക്കാൻ. ഓ സാറേ, എല്ലാം നോക്കിയാ സാറേ ഉണ്ടല്ലേ? മോഹനേഷ് സാറിന് ഇഷ്ടപ്പെട്ടതാണ്, എനിക്ക് ഉറപ്പാ. അതെങ്ങനെ ഗോപാലൻകുട്ടി ചേട്ടൻ ഉറപ്പാവും? സാറേ 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 എന്ത് പറയുന്നു? കച്ചവടം അങ്ങ് ഉറപ്പിക്കാമല്ലേ? അതെ, ഇന്ന് കച്ചവടം തീരുമാനിച്ച വേറെ ഉണ്ട് ഗുണം. നാളെ ഉച്ചയ്ക്ക് ശേഷം ഗോപാലേട്ട രാമേശ്വരത്തേക്ക് പോകും. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നേരെ അമേരിക്കയിൽ ഒരൊറ്റ പറക്കല. ഇന്ന് സാർ അഡ്വാൻസ് കൊടുത്താ നാളെ മുതൽ സാറിന് ഈ വീട്ടിൽ താമസിക്കാന്നർത്ഥം. പക്ഷേ മുഴുവൻ പണം കൊടുത്ത ആധാരം എഴുതണ്ടേ? വില്ലേജ് ഓഫീസർ മോഹനേഷ് സാറല്ലേ വാങ്ങുന്നത്. ഗോപാലകുട്ടി ചേട്ടന്റെ വിശ്വാസമാണ്. പിന്നെ ആധാരമൊക്കെ നമുക്ക് വഴി എഴുതാന്ന്. ഇനി എന്താ മോഹനേട്ടാ ആലോചിക്കാൻ? ഒരു വാക്കും പറഞ്ഞ് അഡ്വാൻസ് കൊടുക്ക്. ശരി, വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. 1,00,000 രൂപ ഇന്ന് അഡ്വാൻസ് തരും. ബാക്കി പണം 30 ദിവസത്തിനുള്ളിൽ തന്നു തീർക്കും. അന്ന് വീടും സ്ഥലവും എന്റെ പേരിൽ തീരാധാരം എഴുതി തരണം. അപ്പൊ കച്ചവടം തീരുമാനമായി. അയ്യോ ആയല്ലോ. ഇനിയിപ്പോ എന്തോന്ന് സംശയിക്കായിരിക്കുന്നത് അല്ലേ സാറേ? എങ്കിൽ ആ സന്തോഷത്തിന് നമുക്ക് ഓരോന്ന് അടിച്ചാലോ? അല്ല സാറേ, അതല്ല, ഈ സന്തോഷം കൊണ്ട് പുള്ളിക്കാരനെ ലോട്ടറി അടിച്ചതുപോലെ തോന്നുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലേ? അല്ലേ? കൈണ്ടി തലയും വെച്ചോണ്ട് അടിക്കാൻ നിൽക്കുന്നത്. ലോട്ടറി അടിച്ചതിന്റെ സന്തോഷം മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലല്ലേ? ഇനി അടിക്കാവുന്ന ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ കവാലത്തിൽ അടിച്ച് ഞാൻ മൂളിക്കും. കച്ചവടം നടക്കൂലെന്ന് മനസ്സിലായല്ലോ. അല്ല സാറേ, പിന്നെ ഈ ഇദ്ദേഹം ചോദിക്കുന്നു സാറേ നാളെ തന്നെ ഇവിടെ താമസം തുടങ്ങുമോ എന്ന്. എന്താ സംശയം? നാളെ മുതൽ ഞാനും എന്റെ ഭാര്യ സത്യഭാമയും ഈ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ. നാളെ മുതല് നമ്മള് പുതിയ വീട്ടില. നമ്മള് മാറുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലേക്കാണെങ്കിലും ഇവിടുന്ന് പോകാനൊരു മടി.
എനിക്കറിയാം മോഹനേട്ടാ, കഴിഞ്ഞ 4 കൊല്ലമായി നമ്മൾ കഴിയുന്നത് ഈ വീട്ടിലല്ലേ. ഇവിടുന്ന് പോവാൻ വിഷമമുണ്ടാവും. പക്ഷെ ജീവിതം അങ്ങനെയൊക്കെയല്ലേ മോഹനേട്ടാ. നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. എന്നാലും ഇവിടുത്തെ ഓരോ ഇഞ്ചും നമുക്ക് മനപ്പാടല്ലേ ഭാമേ. ഈ വീടിന് നമ്മുടെ മണമല്ലേ. അത് സാരാക്കണ്ട. ഒരുപാട് നാളത്തെ നമ്മുടെ സ്വപ്നമല്ലായിരുന്നോ സ്വന്തമായിട്ടൊരു വീട്? ഇപ്പോ നമുക്കൊരു വീടുണ്ട്. എത്ര നാളത്തെ അന്വേഷണത്തിന് ശേഷം അത് കിട്ടിയത്? അതും ശരിയാ. ഇനി ഇവിടെ താമസിക്കാൻ വരുന്നവർക്ക് നമ്മളെപ്പോലെ രണ്ടുപേരും ഇവിടെ താമസിച്ചിരുന്നു എന്ന് അറിയാൻ പറ്റുമോ? എപ്പോഴും വഴക്കുണ്ടാക്കുന്ന 2 പേര്. അങ്ങനെ മാത്രം പറഞ്ഞാ പോരാ. എപ്പോഴും വഴക്കുണ്ടാക്കുന്ന 2 പേർ, എന്നിട്ട് എപ്പോഴും കൂട്ടുകൂടുന്ന 2 പേർ. ഇനി വരുന്നവരും അങ്ങനെയായ മതിയായിരുന്നു അല്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ ഈ വീടിന് സങ്കടാവില്ലേ? പോയാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. എന്നിട്ട് ഇതിനെ വഴക്കുണ്ടാക്കാനോ? അത് കഴിഞ്ഞ് കൂട്ടുകൂടാല്ലോ. അങ്ങനെ മോഹനകൃഷ്ണന്റെയും സത്യഭാമയുടെയും ജീവിതത്തിലെ പുതിയൊരധ്യായം നാളെ ആരംഭിക്കുകയാണ്. നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇവർക്ക് സ്വന്തമായൊരു വീടുണ്ടായിരിക്കുന്നു. ഈ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇവർ ജീവിച്ച ജീവിതം കണ്ടുമോഹിച്ച പ്രേക്ഷകർക്ക് നാളെ ഇവർ പുതിയ വീട്ടിൽ ആരംഭിക്കുന്ന പുതിയ ജീവിതം കൺകുളിർക്കെ കാണാം. ഞങ്ങളുടെ സ്വപ്നങ്ങളോടും സന്തോഷങ്ങളോടും 1 വർഷം ചേർന്ന് നിന്ന ഈ വീടിന് വിട.